ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സ്പിരിച്വൽ ജേണിയിൽ വരുമ്പോഴും ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുമ്പോഴും ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കുണ്ട്, യൂണിവേഴ്സ്. അപ്പോൾ എന്താണ് ഈ യൂണിവേഴ്സ്? യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ കാണുന്നു യൂണിവേഴ്സ് നമുക്ക് ടെസ്റ്റ് ഇടും, യൂണിവേഴ്സ് നമ്മളെ പരീക്ഷിക്കും, യൂണിവേഴ്സാണ് പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, യൂണിവേഴ്സാണ് നമ്മളെ പല ആളുകളുമായിട്ടും കണക്ട് ചെയ്യുന്നത്, അല്ലേ? ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ തോന്നുക, യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പരീക്ഷണം ചെയ്തിട്ട് നമ്മളെ വിഷമിപ്പിക്കാനുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പോലെയാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലേ? പല ആളുകളും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് നമുക്ക് ഇത്രയധികം വിഷമങ്ങൾ തരുന്നത്, ഒരു സെപ്പറേഷൻ തരുന്നത്, എന്തിനാണ് രണ്ട് ട്വിൻ ഫ്ലെയിംസിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുന്നത്, DFDMനെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മനസ്സിലാക്കേണ്ട, ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മുടെ ചുറ്റിനും അടങ്ങിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ് യൂണിവേഴ്സ്, വേറെ ആരുമല്ല. നമ്മൾ തത്വമസി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് യൂണിവേഴ്സും. ഞാൻ നീ ആകുന്നു എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ് യൂണിവേഴ്സ്. നിങ്ങളുടെ ഉള്ളിൽ, നിൻ്റെ ഉള്ളിൽ ഞാനിരിക്കുന്നു, യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലുമുണ്ട്, നിങ്ങൾ തന്നെയാണ് യൂണിവേഴ്സും. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചഭൂതങ്ങളിൽ തന്നെ യൂണിവേഴ്സ് ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങളിൽ തന്നെ നമ്മൾക്ക് വേണ്ട ഹീലിങ്സും ഉണ്ട്, നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ്. ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓരോ ഫ്രീക്വൻസി വൈസ് നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കെട്ടിത്തൂക്കിയിട്ട പോലെ, അതായത് നിങ്ങൾ ഒരു റൂമിൽ കയറി ചെല്ലുന്നു, ആ റൂമിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട പോലെ തന്നെയാണ് ഈ യൂണിവേഴ്സ്, അതായത് ഈ നമ്മുടെ ഭൂമിയാകുന്ന ഈ യൂണിവേഴ്സിലെ ആകാശം എന്ന് പറയുന്നത്, അതായത് പഞ്ചഭൂതങ്ങളുടെ ആകാശം എന്ന് പറയുന്നത് സ്പേസും കൂടെയാണ്. ആ സ്പേസിലാണ് എന്തുള്ളത്, ഗാലക്സി എന്ന് പറയുന്ന വലിയൊരിത്, അതായത് നമ്മുടെ ഈ പ്ലാനറ്റ്സിൻ്റെ, ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഗാലക്സീൻ്റെ ചെറിയൊരു ഭാഗമാണ്. ആ ഗാലക്സി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അതുപോലെ പല ഗാലക്സികൾ അടങ്ങിയതാണ് വേറൊരു സ്പേസ്. അവിടേക്കൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല, ചിലപ്പോൾ വട്ട് പിടിച്ചു പോകും. ഓക്കെ, അതായത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനല്ല, ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ നമ്മളാണ് അതിന് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എർത്ത് എലമെൻറ്റിനെ എടുക്കുക, അതായത് നമ്മുടെ പ്ലാനറ്റിൻ്റെ എലമെൻറ്റിനെ എടുക്കുമ്പോൾ അവിടെ ആകാശം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന ആകാശം. ഈ 5 കാര്യങ്ങൾ ചേർന്നതാണ് യൂണിവേഴ്സ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കാനോ ടെസ്റ്റുകൾ ഇടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു വേറെ വീഡിയോയിൽ അതിനെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെയാണ് നമുക്ക് ടെസ്റ്റ് ഇടുന്നതും, നമ്മൾ തന്നെയാണ് അതിന് മാർക്ക് ഇടുന്നതും, നമ്മൾ തന്നെയാണ് അതിന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതും എല്ലാം. ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അതിലേക്ക് കണക്റ്റഡ് ആവാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങൾ വെച്ച് നമുക്കൊരു ഹീലിംഗ് മെത്തേഡ്സും കൂടെ ഇതിൽ തന്നെ വരൂലേ? അതായത് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഈ പഞ്ചഭൂതങ്ങളാണ് നമുക്ക് വിഷമങ്ങൾ തരുന്നതെങ്കിൽ അതിൽ തന്നെ ഒരു റിവേഴ്സ് ഉണ്ട്. നമ്മൾ ഏത് വിഷമത്തിലേക്ക് കടന്നോ അവിടെ നിന്ന് ഓരോ പാറ്റേൺസും നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതിലൂടെ കടന്നു വന്നോ അതിൽ തന്നെ നമുക്ക് ഹീലിങ്സ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ചേർന്നിട്ടാണ് നമുക്ക് ഈ വിഷമങ്ങൾ വന്നിട്ടില്ല, അല്ലേ? നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ തോട്ട് പാറ്റേൺസ് എന്നൊക്കെ പറഞ്ഞത് ടച്ച് അടക്കം ഉള്ള എല്ലാ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ വിഷമങ്ങൾ വന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ തോട്ട് പാറ്റേൺസ് ഇതൊക്കെ വന്നത് ഈ പറഞ്ഞ പോലത്തെ ഐസ്, നമ്മൾ കാഴ്ച, അല്ലേ? പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ചേർന്നതാണ്. ഈ രണ്ടിലും ചേർന്നിട്ടാണ് നമുക്ക് ഈ വിഷമങ്ങൾ വന്നതുള്ളൂ. അപ്പോൾ ആ വിഷമങ്ങൾ മാറ്റാനുള്ള ഹീലിംഗ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഹീലിങ്ങിൻ്റെ മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ ഞാൻ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലൂടെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്ത് പോകാൻ പറ്റുന്നത്, അതായത് യൂണിവേഴ്സൽ ഹീലിംഗ് എന്ന് പറയും, പഞ്ചഭൂത ഹീലിംഗ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എർത്ത് എലമെൻറ്റിനെ എടുക്കാം. എർത്ത് എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. എർത്ത് എന്താണ് നമുക്കറിയാം, പെബിൾസ്, ഭൂമി. നമ്മൾ ചെരുപ്പിടാണ്ട് ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ നമുക്ക് ഹീലിംഗ് മെത്തേഡ്സ് വളരെ ബുദ്ധിമുട്ടായെന്താ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പിടാണ്ട് പറ്റില്ല, അല്ലേ? അതൊരു സ്റ്റാറ്റസിൻ്റെയും കൂടെ ഭാഗമാണ്. കുറേ പേര് ചെരുപ്പിട്ട് പോകുന്നു, അപ്പോൾ നമ്മൾ മാത്രം ചെരുപ്പിടാണ്ട് പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും എന്നുള്ള ഒരു സൊസൈറ്റി കൺസേൺ. അതുകൊണ്ടാണ് നമ്മൾ പല കേസിലും നമ്മുടെ സന്തോഷങ്ങൾക്ക് സൊസൈറ്റീനെ നമ്മൾ എടുത്ത് ദൂരെ കളയണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുക, ചെരുപ്പ് ഇടാണ്ട് നമ്മൾക്ക് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറേ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ചെളി പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആ വേസ്റ്റുകൾ ഇതൊക്കെ റോട്ടിൽ ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, മീൻസ് വീട്ടിൻ്റെ പറമ്പിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ്, മുറ്റം എന്ന് പറഞ്ഞ ഒരു സ്പേസിൽ നമുക്ക് കുറച്ച് പെബിൾസുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോൺസോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ഗാർഡൻ, പുല്ലുകളൊക്കെ വളർത്തി അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ചെരുപ്പിടാണ്ട് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്കൊരു ഹീലിംഗ് മെത്തേഡ് കിട്ടും, ഒരു ഹീലിംഗ് കിട്ടും. അതായത് അതാണ് റൂട്ട് ചക്ര ഹീലിംഗിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലേ? പെബിൾസിൻ്റെ കൂടെ നടക്കുക, അതേപോലെ തന്നെ ബീച്ചിൽ പോയിട്ട് നമുക്ക് നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഹീലിംഗ് കിട്ടും. ബീച്ചിൽ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വാട്ടർ ഹീലിംഗ് കൂടെ വരുന്നുണ്ട്. ഒരു തിര വന്ന് കാലിലേക്ക് അടിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ജലവും ഭൂമിയും കൂടെ ചേർന്ന ഒരു ഹീലിംഗ് ആണ് നമുക്ക് അവിടെ കിട്ടുക, ഒരു കടൽ തീരത്ത് പോകുമ്പോൾ. അപ്പോൾ അതൊരു മിക്സഡ് ഹീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഒരു കടപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു വല്ലാത്തൊരു ഫീൽ തോന്നുന്നത്. നമ്മൾ കുട്ടികൾ കളിക്കുന്നുണ്ട്, നമുക്കൊന്ന് ഇറങ്ങാൻ തോന്നും, അല്ലേ? ആദ്യം ഒരു കടപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, അയ്യോ വെള്ളം ഞാൻ നനയില്ല. പക്ഷേ നമുക്കൊരു ടെൻഡൻസി വരും, അല്ലേ? അതിലേക്കൊന്ന് ഇറങ്ങാനും, തിര വന്ന് അവിടെ തന്നെ നമുക്കൊരു എല്ലാം ഉണ്ട്,
ഒരു കടപ്പുറത്ത് നമുക്ക് ഏറ്റവും ഈ പറഞ്ഞ എല്ലാ പഞ്ചഭൂതവും, അഗ്നി ഒഴിച്ചുള്ള എല്ലാ പഞ്ചഭൂതങ്ങളും മിക്സഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു മിക്സഡ് ഹീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി എർത്തിൻ്റെ പറഞ്ഞു അല്ലേ, അവിടെ പൂഴിമണലിലൂടെ നടക്കുമ്പോൾ എർത്തുമായി, അവിടെ വാട്ടർ ഹീലിംഗും പറഞ്ഞു. പക്ഷേ വാട്ടർ ഹീലിംഗ് ഞാൻ വേറൊരു മെത്തേഡും കൂടെ പറയാം. അത് അവിടെ മിക്സഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അടുത്തത് ഈ വാട്ടർ ഹീലിംഗ് തന്നെ നമുക്ക് നോക്കാം. ജലത്തിലൂടെ നമുക്ക് എങ്ങനെ ഹീലിംഗ് വരും? ഈ പറഞ്ഞ പോലെ കടൽ തീരത്ത് വരുന്ന ജലം നമ്മുടെ കാലിൽ തട്ടി തിരിച്ചു പോകുന്നത്, നമുക്കൊരു അമ്പലക്കുളത്തിൽ നമ്മൾ പോയി കാലിട്ടിരിക്കുന്നത് അല്ലേ, പടയിൽ മുകളിൽ പോയി കാലിട്ടിരിക്കുമ്പോൾ അവിടെ മീനുകൾ വന്ന് കൊത്തുന്ന ഒരു വേറൊരു മെത്തേഡും ഉണ്ട്. അതേപോലെ തന്നെ അവിടെ കാലിട്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു തോട്ടിൽ നമ്മൾ ചെറുപ്പകാലത്തിലേക്ക് നമ്മൾ കണ്ടല്ലേ, തോട്ടിൽ ഒലിച്ച് വരുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു അരുവിയിലൊക്കെ നമ്മൾ പോയി അവിടെ കാലിട്ടിരിക്കുമ്പം പുതിയ പുതിയ വെള്ളം വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇമാജിനേഷൻ കിട്ടും അല്ലേ. അതായത് നമ്മളിലേക്ക് കാലിലൂടെ എല്ലാ ടിഷ്യൂസിലും നമുക്ക് ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ട്രോമാസ് കിടപ്പുണ്ട് അല്ലേ, ടിഷ്യൂ സെൽസും റെക്കോർഡഡ് ആണ്. അപ്പോൾ ഈ ട്രോമാസ് ഒക്കെ നമുക്ക് ഈ ജലം വന്ന് നമ്മുടെ കാലിൽ തട്ടി ഒലിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് പോകും. അതേപോലെ ഒരു അരുവിയുടെ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഒഴുക്ക് കാണുമ്പോൾ, അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒക്കെ നമുക്കൊരു ഗുണമുണ്ട്. ഇനി ഇതൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക, നമ്മൾ ഡെയിലി കുളിക്കുമ്പോൾ നമ്മൾ ആ ഷവറിൻ്റെ അടിയിൽ നിന്ന് ഒന്ന് കണ്ണടച്ച് നിന്ന് ഷവറിൻ്റെ ആ വെള്ളം നമ്മുടെ ശരീരത്തിലൂടെ ഒലിച്ചു പോകുമ്പോൾ ഓരോ ഏരിയയിലും ടച്ച് ചെയ്യുന്ന ആ വെള്ളത്തിലൂടെ നമ്മൾക്ക് നമ്മുടെ ഇമോഷൻസ് ഒലിച്ചു പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഇമാജിനേഷൻ പവറാണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഫലവത്തായിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചില സമയത്ത് ചില ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടി ഒരു സമയം കണ്ടെത്താനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു കുളി എന്ന് പറയുന്നത് നമ്മൾ രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ആ സമയത്ത് നമ്മളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എക്സ്ട്രാ കണ്ടെത്തി അവിടെ ഒരു ഇമാജിനേഷൻ പാറ്റേണിലേക്ക് പോയി നമ്മുടെ വിഷമങ്ങളൊക്കെ ഇമാജിൻ ചെയ്ത് ആ കൂട്ടത്തിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ ഇതേപോലെ ഓരോ വെള്ളത്തുള്ളികളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് തട്ടുമ്പോഴും ആ ടിഷ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ആ ഏരിയയിൽ നമുക്ക് വരും, പുറത്തേക്ക് വരും. അവിടെ ഒരു ട്രോമ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ശരീരം കാണിച്ചു തരും. ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്കിങ്ങനെ ഇറങ്ങി അങ്ങ് പോവും. നമ്മുടെ ഈ ഇമോഷണൽ പാറ്റേൺസ് വെള്ളത്തിലൂടെ അലിഞ്ഞു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. നമുക്ക് അവിടെ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആദ്യമൊന്നും നമുക്ക് അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും പതിയെ പതിയെ നമുക്ക് മനസ്സിലാവും. 2ാമത്തെയും 3ാമത്തെയും ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും. അതൊരു സൂപ്പർബ് ഹീലിംഗ് മെത്തേഡാണെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മൾ സ്പേസും ടൈമും ഒന്നും കൊടുക്കണ്ട, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ചെടി നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ഹോസിൻ്റെ അറ്റത്തുള്ള ആ വെള്ളം നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് തട്ടിപ്പോകുമ്പോൾ അവിടുത്തെ ആ തണുപ്പിലൂടെ നമുക്ക് ഇമാജിൻ ചെയ്യാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇമോഷൻസും അതുവഴി നമ്മൾ സ്പ്രേ ചെയ്ത് കളയുന്നതായിട്ട്. ആ വെള്ളം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് ഈവൻ കുറച്ച് തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ തട്ടുന്നതായിട്ട് കണക്കാക്കാം. ഒരു മഴ വരുന്ന സമയത്ത് പനി പിടിക്കുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ശരി തന്നെ, ബട്ട് അതില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മഴ നനയാം. അവിടെ എർത്തും ഉണ്ട്, എർത്ത് പ്ലസ് വാട്ടർ ഹീലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പോയിട്ട് വലിയ മെത്തേഡ്സിൻ്റെ ഉള്ളിലൊന്നും ആഴ്ന്നിറങ്ങേണ്ട ആവശ്യമില്ല. നേച്ചറിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ എല്ലാ ഹീലിങ്ങുകളും. ഈ നേച്ചർ തന്നെ ഉണ്ട്. നേച്ചറാണ് നിങ്ങൾക്ക്, അതായത് നമ്മുടെ ഈ പഞ്ചഭൂതങ്ങൾ വഴിയുള്ള യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ഈ സങ്കടങ്ങൾ തന്നെ. യൂണിവേഴ്സിന് തന്നെ തിരിച്ചെടുക്കാൻ അറിയാം. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് യൂണിവേഴ്സലായിട്ട് അലൈൻ ചെയ്യണം. നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്രഷനാണ്, യൂണിവേഴ്സ് ഇപ്പോൾ ശരിയാക്കി തരും, ഞാൻ അവിടെ ഫോക്കസ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഹീലിംഗ് മെത്തേഡ്സ് മനസ്സിലാക്കുക. ഈ ഹീലിംഗ് മെത്തേഡ്സ് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഒന്ന് ശ്രമിച്ച് നോക്കുക. നോക്കാണ്ട് നമുക്കൊന്നും നടക്കില്ല അല്ലേ. ശ്രമിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കൂ. പക്ഷേ ശ്രമിച്ച് നോക്കാണ്ടിരിക്കരുത്. ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെയ്യാൻ എന്തെങ്കിലും ഈ വാക്കുകളിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളന്ന് ചെയ്ത് നോക്കുക. ഓരോ ആളുകളും ഹീലായി വരുന്നു എന്ന് തോന്നുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രെസ് ചെയ്ത് പല കേസിലും പറയുന്നത്. നിങ്ങളിങ്ങനെ മടിയെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ അവസ്ഥ എനിക്കറിയാം. ആ അവസ്ഥ വലിയ പാടാണ് അതിന്ന് മൂവ് ചെയ്യാൻ. പക്ഷേ വൺസ് നമ്മൾ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്, വെറുതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയിരുന്ന് ഒരു പേഴ്സണെ ചിന്തിച്ച് കൂട്ടിയിരുന്നിട്ടൊക്കെ നമ്മുടെ ലൈഫ് മുന്നോട്ട് സ്പോയിൽ ചെയ്യരുത്. മെത്തേഡ്സ് നോക്കുക. അപ്പോൾ അടുത്ത ഒരു ഇതിലേക്ക് വരാം. നമ്മുടെ ഫയർ എലമെൻറ്റ് അല്ലേ, നമ്മൾ എർത്തും വാട്ടറും പറഞ്ഞു, അടുത്ത ഫയർ എന്ന് പറയാം. ഫയർ നമുക്കറിയാം അല്ലേ, നമ്മുടെ വീടുകളിൽ ഫയർ എന്ന് പറയുമ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫയർ എലമെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ ഫയർ എലമെൻറ്റ് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്താൽ അടുത്തത് എന്താണ്? വെളിച്ചത്തിന് വേണ്ടിയാണ് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തത്. ആ വെളിച്ചത്തിലുള്ള വേറൊരു എലമെൻറ്റാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത്, മെഴുകുതിരി കത്തിക്കുന്നത്, അതായത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കത്തിക്കുന്നത്. അതുപോലെ വിശ്വസിക്കുന്ന ആളാണ് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ലൈറ്റ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ, വിളക്കുണ്ടെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് അതിന് മുന്നിൽ പോയിരിക്കുക, ആ വിളക്ക് കത്തിച്ച് അതിന് തീനാളത്തിലേക്കൊന്ന് നോക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ കിടന്ന് ആടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ആ വിഷമങ്ങൾ അതിലേക്ക് സമർപ്പിക്കുക. അതിൽ തീനാളങ്ങൾ പതുക്കെ ഒരുപാട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇമാജിൻ ചെയ്യുമ്പോൾ ആ തീനാളങ്ങൾ പതുക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ 2 കണ്ണും ആ ഒരു തീനാളം കത്തുന്നതിനനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാകും, പതിയെ പതിയെ നിങ്ങളുടെ ഇമോഷൻസ് അതിലേക്ക് കത്തിത്തീരുന്നതായിട്ട് തോന്നും. ആ ഫ്യൂംസ് യൂണിവേഴ്സൽ പഞ്ചഭൂതം ആവുന്ന യൂണിവേഴ്സിലേക്ക് അത് ലയിച്ച് ചേരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഫയർ എലമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്. ഒരു തീ കത്തുന്ന സ്ഥലം നിങ്ങൾ എല്ലാം കൂടെ കൂട്ടി തീ ഇടുമ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അതിൻ്റെ പല കളേഴ്സ് അല്ലേ, ഒരു യെല്ലോ ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാവും, റെഡ് ഷെയ്ഡ് കാണാം. ഇതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക.
ഈ ഒബ്സർവേഷൻ നമുക്ക് ഭയങ്കര ഒരു ഹീലിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു മെഡിറ്റേഷനിൽ നമ്മൾ ഒബ്സർവേഷൻ പാറ്റേണിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീലിംഗ് വളരെയധികം ഇമ്പ്രൂവ് ആകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് ചെയ്യുക. ഇനി അടുത്തത് എന്താണ്? ആകാശം അല്ലേ. ആകാശം നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഹീലിംഗ് ആണ്. ആ നല്ല നീലാകാശം, അല്ലെങ്കിൽ വൈകിട്ടുണ്ടാവുന്നത്, സൂര്യൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും ഒക്കെ ആ കളേഴ്സ് കാണാൻ തന്നെ രസമാണ്. ഇടയ്ക്ക് മേഘങ്ങൾ വട്ടം വിട്ട് പോകുന്ന രീതിയിലുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ മേഘം കാണുമ്പോൾ, അല്ലെങ്കിൽ ആകാശത്ത് നോക്കുമ്പോൾ നിങ്ങൾ പരുന്ത് ഉയർന്ന് പറക്കുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുക അത് നമ്മളാണ്. ആ പരുന്ത് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, ഈ പരുന്ത് ഇങ്ങനെ പറന്നു പോകുമ്പം അത് നമുക്കായിരുന്നെങ്കിൽ എന്ത് സുഖമാണ് പരുന്തിന് അല്ലേ, ഒന്ന് കുറച്ച് നേരം കൈയിട്ടടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി നടന്നു. പക്ഷേ ഈ പരുന്തിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഒരു കഥ അതിലുണ്ട്. പരുന്താണ് ഏറ്റവും കൂടുതൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിലൂടെ തിരിച്ചു വരുന്നത്. അത് വേറെ സ്റ്റോറി, നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. കൊക്കും നഖവും കൊഴിഞ്ഞു പോകുന്ന ഒരു വേദനാജനകമായ കാലഘട്ടം കഴിഞ്ഞ് പരുന്ത് തിരിച്ചു വരുന്ന പോലത്തെ ഒരു വേദന വേറെ ഒരു ജീവിക്കില്ല എന്നാണ് പറയുന്നത്. അത്രയധികം മോട്ടിവേഷനാണ് നമുക്ക് പരുന്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയിലൂടെ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ആകാശവും കാര്യങ്ങളും കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതൊക്കെ ലിങ്ക് ചെയ്യുക, നമുക്ക് ഭയങ്കര മോട്ടിവേഷനിലൊരു ഇത് കിട്ടും. അതേപോലെ ആ നീലാകാശത്തിൽ നോക്കിക്കുമ്പോൾ അതിലൂടെ വരുന്ന ഗ്രീനറീസിലേക്ക് നമുക്ക് മനസ്സിൽ കാണുമ്പോഴൊക്കെ, ഇപ്പോൾ നമ്മൾ ഞാൻ ഇതിലിട്ടിരിക്കുന്ന പോലത്തെ ആകാശം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് കിട്ടുക. ഇതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഡിപ്രഷൻ അടിച്ചിരിക്കരുത്, പുറത്തേക്ക് ഇറങ്ങുക. അതേപോലെ ഈ പറയുന്ന എല്ലാ ഹീലിംഗ് മെത്തേഡ്സിലേക്കും നിങ്ങൾ പോവുക, പുഴകളുടെ സൈഡിൽ പോയി നിൽക്കുക, അത് കാണുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വരേണ്ട ഏറ്റവും ലാസ്റ്റായിട്ട് വരാനുള്ളത് വായു എന്ന് പറയുന്നത് അല്ലേ. വായു നമുക്കറിയാം, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് തന്നെ വായുവാണ്. അതേപോലെ നല്ല കാറ്റ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ പുഴയുടെ അടുത്ത് പോയി നിൽക്കുമ്പോഴും കടപ്പുറത്ത് പോയി നിൽക്കുമ്പോഴും നമുക്ക് കാറ്റും കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, മിക്സഡ് ആയിട്ട് ഒരു കടപ്പുറത്ത് പോകുമ്പം ആ 4 മെത്തേഡ്സ് നമ്മൾ ഫയർ എലമെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റും അതിലുണ്ട്, അഗ്നി ഒഴിച്ച് എല്ലാം ഉണ്ട് അവിടെ നമുക്ക് നല്ല കാറ്റ് കിട്ടുമ്പോൾ, നല്ല തണുത്ത കാറ്റ് കിട്ടുമ്പോൾ ആ കാറ്റിലൂടെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ണടച്ച് നിന്ന് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ നിന്ന് നമുക്ക് ഈ ഹീലിംഗ് മെത്തേഡ് കിട്ടുന്ന പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അല്ലെങ്കിൽ വാട്ടർ എലമെൻറ്റിൽ നമ്മൾ കടപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ കൂട്ടത്തിലൊരു നല്ലൊരു തണുത്ത കാറ്റും കൂടെ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അതാണ് ഹീലിംഗ്. അപ്പോൾ ഈ ഹീലിംഗ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, പഞ്ചഭൂതങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അതാണ് യൂണിവേഴ്സ്. അല്ലാണ്ട് നിങ്ങളെ ദ്രോഹിക്കാനും ടെസ്റ്റ് ഇട്ട് പരീക്ഷിക്കാനും എപ്പോഴും അടിച്ചമർത്താനും ഉള്ള ഒരാളല്ല യൂണിവേഴ്സ്. ആ യൂണിവേഴ്സ് ഈ ഹീലിങ്ങിലൂടെ കടന്നു പോകുന്നതോടുകൂടി തന്നെ നിങ്ങളേക്ക് കണക്ട് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ തരും. സ്ട്രെസ്ഫുള്ളായിട്ട് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഹീലിംഗ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ ഓരോ ഹീലിംഗ് മെത്തേഡ്സ് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വരും, 100% വന്നിരിക്കും. അതിൻ്റെ കാലഘട്ടങ്ങളും ഒക്കെ നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ എഫേർട്സും പോലെ ഇരിക്കും. നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാലഘട്ടം വളരെ ഷോർട്ട് സ്പാനിലുകൊണ്ട് നിങ്ങൾക്ക് ഹീലിംഗ് മെത്തേഡ്സിലേക്ക് പോകാനും ഹീൽ ചെയ്ത് വരാനും പറ്റും. പക്ഷേ എപ്പോഴും നിങ്ങൾ ഡി എമ്മിനെ ഫോക്കസ് ചെയ്യുന്നത്, ഡി എമ്മിൻ്റെ മെത്തേഡ്സ് നോക്കുക, ഡി എം എന്ത് ചെയ്തു, ഡി എം അങ്ങനെ ചെയ്തോ, സന്തോഷിക്കുന്നുണ്ടോ, ഇരിക്കുന്നുണ്ടോ, ഈ സമയങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ ഇത് തന്നെ വളരെ ഷോർട്ട് സ്പാൻ ആയിരിക്കും. നിങ്ങൾ എത്താൻ പോകുന്ന ഹൈറ്റ്സ് നിങ്ങൾക്ക് പോലും അറിയില്ല. ഒരു ഡി എഫ് എന്ന് പറഞ്ഞാൽ അത്രയധികം കഴിവുള്ള ആളുകളാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരുപാട് ബർത്ത് കടന്നു വന്ന് ഒരു ഓൾഡ് സോളാണ്, ഒരുപാട് കഴിവുകളുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ കഴിവുകളൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റ് ആവാനും ആ കഴിവുകളിലൂടെ നിങ്ങളൊരു മുന്നോട്ട് വരണമെങ്കിൽ തന്നെ അതിന് നിങ്ങൾ ഹീലിംഗ് മെത്തേഡ്സ് കഴിയും. നിങ്ങൾ ഓരോ ഹീലിംഗ് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പലർക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അതറിയാം. അവരൊക്കെ കമൻറ്റ് ഇടുക, നിങ്ങൾക്ക് അവർക്ക് കമൻറ്റ് ഇടുക, നിങ്ങൾ എങ്ങനെ ഹീലിംഗ് മെത്തേഡ്സിലൂടെ കടന്നു വന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക. അത് ഇത് കാണുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയും ആയി നിങ്ങൾ എന്നുള്ളൊരു ബോധ്യം വരും. നിങ്ങൾ പിന്നെയും ഈ ഡി എമ്മിനെ കുറിച്ച് ആലോചിക്കാനും ഡി എമ്മിൻ്റെ ഡൗട്ടുകൾ ചോദിക്കുന്നതിനേക്കാളും കൂടി ചെയ്യുക. ചോദിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ കമൻറ്റിലൂടെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവും. അത് നിങ്ങൾ ഹീലിങ്ങിലൂടെ കടന്നു വന്ന നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ്, ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പറയുക. അത് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഞാനിപ്പോൾ ഇതിലെടുക്കുന്ന ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഗൈഡൻസ്, ഞാൻ ആരെയും നിർബന്ധിക്കാനോ ഒന്നിനും പോകുന്നില്ല. ഞാൻ പറയുന്നതെല്ലാം ശരിയാവണമെന്നുമില്ല. പക്ഷേ ഇതിലൂടെ ശരിയായ ആളുകൾ ഇതിനടിയിൽ കമൻറ്റ് ഇടുമ്പോൾ അതിലുണ്ടാവാൻ പോകുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവാനും ചെയ്താൽ ഗുണം കിട്ടുമെന്നാണ് വരുന്നത്. നിങ്ങളൊരു ഡി എമ്മിൻ്റെ നിങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിടുമ്പോൾ എന്താണ് പറ്റുന്നത്? നിങ്ങളും പിന്നോട്ട് പോകും. ഡി എം എന്ന് പറയുന്ന ആളിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ എനർജി കൊടുക്കും. പക്ഷേ നിങ്ങൾ ചെയ്ത ഹീലിംഗ് മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഉണ്ടായ റിസൾട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുന്നത്തെ ഏതെങ്കിലും വീഡിയോസിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ ഇത് കാണുന്ന ബാക്കിയുള്ളവർക്കും കൂടെ അത് വലിയൊരു ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക. അറിഞ്ഞോ അറിയാതോ നിങ്ങൾ അവരെ ഹീലാവാൻ സഹായിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോൻ്റെ അതേ രീതിയിലുള്ള ഒരു കർമ്മ ക്ലാരിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അന്നേരം. അതായത് നിങ്ങളുടെ ഒരു കമൻറ്റ് വായിച്ചിട്ട് ശരിയാണ്, ഞാനും ഈ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഒരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടിയാണ് ഇതിൽ അവരുടെ ഹീലിങ്ങിൽ പങ്കുചേരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കഴിയുന്നതും അങ്ങനെ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളിലല്ലാണ്ട് നിങ്ങൾ ഈ ഹീലിംഗ് ചെയ്തതിന് നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു വലിയൊരു കർമ്മ ക്ലിയറൻസ് തരും. നിങ്ങളുടെ ഹീലിംഗ് വളരെ ബെറ്ററാക്കി മാറ്റും. അതിലൂടെ ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവും. അവരുടെ ഒരു അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങളിലേക്ക് അതൊരു പോസിറ്റീവായിട്ട് വരും എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കമൻറ്റുകൾ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു.
ബാക്കിയുള്ള വീഡിയോസ് ഇടുമ്പോൾ ഓക്കെ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ആ വീഡിയോ റിലേറ്റഡ് ചെയ്യാം. പക്ഷേ ഒരു ഹീലിംഗ് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കഴിയുന്നതും, ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല, കഴിയുന്നതും നിങ്ങൾക്കുണ്ടായ ഹീലിംഗ് അനുഭവങ്ങളെക്കുറിച്ചും ഈ ഹീലിങ്ങിലൂടെ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള അതേ രീതിയിലുള്ള കമൻറ്റ് ഇടുക. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.